ഇറാനിലേക്ക് പണമൊഴുകുന്നു. ഉറവിടം തേടി അമേരിക്ക നെട്ടോട്ടമോടുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻ്റലിജൻസ് ഒരു രഹസ്യ റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി. നമ്മൾ കരുതുന്നതിനപ്പുറമാണ് ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സും അതിൻ്റെ സംവിധാനവും. ഇഷ്ടംപോലെ പണം ഇറാനിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഓരോരോ കാര്യങ്ങളും ഓരോരോ രീതിയിൽ കൃത്യതയോട് കൂടിയാണ് ട്രംപിൻ്റെ മുൻപാകെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സാമ്പത്തികം വലിയ പ്രാധാന്യമാണ്. ആയുധം അങ്ങനെ വേണം, സൈനികർ വേണം. സൈനികർ എന്ന് പറഞ്ഞാൽ നിസ്സാര സൈനികരല്ല, നല്ല ധൈര്യമുള്ള യുദ്ധമുഖത്ത് സജീവമാകുന്ന എല്ലാ തരത്തിലും ഇടപെടാൻ നടത്തുന്ന ആളുകളാണ് വേണ്ടത്. ആ കാര്യത്തിലൊക്കെ ഇറാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒരു സൈക്കോളജിക്കൽ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനെ ഒടിക്കാൻ സാധിക്കാത്തത്, ഒടിക്കാൻ സാധിക്കുകയുമില്ല. ഇങ്ങനെ പറയുന്നു, അതിൽ പണത്തിൻ്റെ കുറവ് ഇറാനിനില്ല, ആയുധങ്ങളുടെ കുറവില്ല, സൈന്യത്തിൻ്റെ കുറവില്ല. ജനങ്ങളും സർക്കാരും പട്ടാളവും ഒരുമിച്ച് നയിക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ മുനമ്പാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരെ അതിജീവിക്കുക എന്നുള്ളതും പരാജയപ്പെടുത്തുക എന്നുള്ളതും വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മതപരമായിരിക്കുന്ന യുദ്ധം കൂടിയാണ് എന്ന് വിലയിരുത്തുന്നു. ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: മരണം ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് ഇറാൻ അഥവാ ഇറാനിലെ ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ മരണം അവർ ഷഹീദായിട്ട് രക്തസാക്ഷിത്വമായിട്ട് വിലയിരുത്തുന്നു. മരിക്കാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഓൾറെഡിയിൽ ഇറാൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും സാഹചര്യങ്ങളും എത്തിയിരിക്കുന്നു എന്നുള്ളത്. ആ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക, വളരെ എളുപ്പത്തിൽ രാജ്യത്തിലെ ഭരണം അട്ടിമറിക്കുക എന്നതൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയത്. അങ്ങനെയൊക്കെ സാധിക്കുമെന്നാണ് ഇസ്രായേലും അമേരിക്കയുടെയും ഇൻ്റലിജൻസ് വിലയിരുത്തിയത്. അതിനുമപ്പുറം മൊസാദ് കൃത്യമായി നൽകപ്പെട്ട റിപ്പോർട്ടും അങ്ങനെയായിരുന്നു. ആ അകത്ത് ഇറാൻ എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. പിന്നീട് അവർ തമ്മിൽ, അതായത് സൈന്യവും അവിടുത്തെ ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരിക്കുന്ന അതേ തന്ത്രം അവിടെ എത്തുന്നു. ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഇടയിൽ അതിജീവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ വിമതപക്ഷമായിട്ട് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ആയുധം നൽകി രാജ്യഭരണത്തെ അട്ടിമറിക്കാനുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലൊക്കെ തെറ്റി. ഇന്നിപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അമേരിക്ക മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായം തേടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. അഥവാ ഈ യുദ്ധത്തെ അതിജീവിക്കാൻ വേണ്ടിയും വിജയിക്കാൻ വേണ്ടിയും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെക്കുറെ ഒരു 100ഓളം രാജ്യങ്ങളോട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു രാജ്യവും അതിന് അംഗീകാരം നൽകി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഗൾഫ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് മുൻപ് കുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിനെതിരെ സൈന്യത്തെ അണിനിരത്തുന്നതിന് മുമ്പ് അന്നത്തെ ഈ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് ബുഷ് സമാനമായ രീതിയിൽ ലോക രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്നു. ഞങ്ങൾ സഹായിക്കണമെന്ന് 37ഓളം രാജ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് സഹായ പിന്തുണ നൽകി. അത് സൈനികരെയും ആയുധത്തെയും അയക്കാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകി എന്നുള്ളതാണ്. ഒരു അമേരിക്ക അതല്ലെങ്കിൽ ഒരു കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്ന 36 രാജ്യവും ഇറാഖും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു തമ്മിൽ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘർഷാവസ്ഥയിൽ ഏർപ്പെടുകയോ എന്തെങ്കിലും പ്രശ്നകാര്യങ്ങളോ ഇല്ല എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളിലെല്ലാം ഇറാഖിന് എംബസിയും കോൺസുലേറ്റും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് താനും. അവർ തമ്മിൽ നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. എന്നിട്ടും ആ രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ആയുധം അണിയുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൈനികരെ അയക്കുന്നു, യുദ്ധം ചെയ്യുന്നു. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. ഇറാഖ് യുദ്ധത്തിന് ശേഷം ലിബിയയിൽ നടന്ന സംഭവം അങ്ങനെ തന്നെയാണ്. എല്ലാവിധ രാജ്യങ്ങളുടെയും സപ്പോർട്ട് മാനസികമായിട്ടെങ്കിലും ഉണ്ട്. അതായത് അമേരിക്ക ഇടപെടുന്ന എല്ലാ രാജ്യങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സംഘ ബലവും ശക്തിയും ഉണ്ട് എന്ന കാരണത്താൽ വലിയ രീതിയിലുള്ള സഹായം ലോകരാജ്യങ്ങൾ അമേരിക്കക്ക് നൽകുന്നു. മാനസിക പിന്തുണയെങ്കിലും നൽകും. അവർക്ക് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് സൈന്യത്തിൻ്റെ ആവശ്യമില്ല, ആയുധത്തിൻ്റെ ആവശ്യമില്ല, പിന്തുണ നിർബന്ധമാണ്.
പിന്തുണക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു പക്ഷേ സൈന്യത്തിന് ആയുധങ്ങളൊക്കെ സഹായിച്ചെന്ന് വരും. പക്ഷേ പിന്തുണയില്ലാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ രാജ്യം മുതൽ വലിയ രാജ്യം പോലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ സഹകരിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പണം ഒഴുകുന്നു ഇറാനിലേക്ക്, യഥേഷ്ടം ഒഴുകുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധവിമാനത്തിലൂടെയും യാത്രാ വിമാനവും ഇവിടെ തെഹ്റാനിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പണവുമായിട്ടാണ് വരുന്നത് എന്ന റിപ്പോർട്ട് പോലും പുറത്തു വരുന്നു. സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്, അത് കൃത്യമാണ്. അതിലിപ്പോൾ UAE, ഖത്തർ, ഒമാന്, ബഹ്റൈന്, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയിരിക്കുന്ന 6 രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ചവരാണ്, ഇറാൻ്റെ ആക്രമണത്തിൻ്റെ കെടുതി അനുഭവിച്ചവരാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ഈ യുദ്ധം വിചാരിച്ച തരത്തിലൂടെയല്ല മാറുന്നത്, വഴി തെറ്റിയിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഥവാ ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 ദിവസം മുമ്പ് യുദ്ധം നടക്കുന്നത് ഇറാനും UAEയും തമ്മിലായിരുന്നു. UAEയിലൂടെ അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തുന്നു. അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രായേൽ അവരുടെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നു, സൈനികർ അവിടെ നിർത്തുന്നു. അങ്ങനെ ഇറാനിൽ നിന്ന് UAEക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്നതാണ്. ലോകം വലിയ ചർച്ച ചെയ്താണ്. എന്നാലും ഇറാന് നേരെ ആക്രമിച്ചിട്ട് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 15 ദിവസത്തിൻ്റെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് UAEയെ ഇറാൻ ആക്രമിച്ചിട്ടേ ഇല്ല. UAE മാത്രമല്ല, ഖത്തറിനെയും ആക്രമിച്ചിട്ടില്ല. ഈ 2 രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അവിടെ സൈനിക ബേസ് ഉണ്ടാവാത്തത് കൊണ്ടല്ല, മറ്റെന്തോ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. അഥവാ പണം കൊടുത്തിട്ട് യുദ്ധത്തിനിടയിലും കൈക്കൂലിയൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവാം. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ UAEയും ഖത്തറും മൗനത്തിലാണ്. നമ്മൾ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വല്ലാത്ത കനമുള്ള വർത്തമാനങ്ങളൊന്നും ഈ അടുത്ത കാലത്തായിട്ടൊന്നും UAEയുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല. ഖത്തർ ഏറെക്കുറെ മധ്യസ്ഥൻ്റെ റോളിലാണ്. എന്നാലും ആ ഖത്തറിനെ ആക്രമിച്ചത് കൊണ്ട് വേണമെങ്കിൽ അവർക്ക് പറയാം, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. ഒമാന് ഈ രണ്ടിനും ഇടയിലാണ് നിൽക്കുന്നത്. അഥവാ മിണ്ടാട്ടമില്ലാത്ത രീതിയിലാണ് ഒമാൻ്റെ നിലപാട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറാനെ കുറ്റപ്പെടുത്തിയ ഒരു പരാമർശം കേൾക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ അമേരിക്ക കുറ്റപ്പെടുത്തിയ പരാമർശം കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഒമാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞത് ഇറാനാണ്. ഒമാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ബഹ്റൈനും കുവൈറ്റും നോക്കുന്ന സമയത്ത് ബഹ്റൈനും കുവൈത്തും യുദ്ധത്തിലാണ്. ഇപ്പോൾ ഇന്ന് ആക്രമിച്ചതും ഇന്നലെ ആക്രമിച്ചതും മെനാന്ന് ആക്രമിച്ചതും ഒക്കെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിരന്തരം ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സൗദി അറേബ്യ ഏറെക്കുറെ രണ്ടിനും ഇടയിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇറാനെ കുറ്റപ്പെടുത്താനില്ല, അമേരിക്കയെ വാഴ്ത്തി പറയാനില്ല. ആ രീതിയിലാണ്. ഈ സൗദി അറേബ്യക്ക് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ രാജ്യങ്ങളുടെ നിലപാടിൽ മാറ്റങ്ങളുണ്ട്, സമീപനത്തിൽ മാറ്റങ്ങളുണ്ട്, അവരുടെ അഭിപ്രായത്തിന് മാറ്റങ്ങളുണ്ട്. മുമ്പത്തെ പോലുള്ള ആവേശത്തിലുള്ള ഒരു അഭിപ്രായ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ കേൾക്കുന്നില്ല. അഥവാ ഞങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ചതാണ്, ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. അങ്ങനത്തെ ഒരു പ്രസ്താവന ഒരു അറബ് രാജ്യത്തിൻ്റെ അടുത്ത് നിന്ന് ഇതിനിടെ പുറത്ത് വന്നതാണ്. ഞങ്ങൾ പരമാവധി അതുമായി ബന്ധപ്പെട്ട് ഇറാനോട് അപേക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആക്രമിക്കരുത് എന്ന്. ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റേതായ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഇനി ആക്രമിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല, അങ്ങനെ പറഞ്ഞ രാജ്യമുണ്ട്. രാജ്യങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല, അവർ രാജ്യത്തേക്ക് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചുരുക്കം. പറയുന്നത് ഇങ്ങനെയാണ്: വെനിസുലയുടെ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയ സമയത്ത് ആ രാജ്യത്തു നിന്ന് ഒരു പ്രതിഷേധം പോലും ഉയർന്നു പോന്നിട്ടില്ല. നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് 10-20 വർഷത്തോളം ഈ വെനിസുലയുടെ ഷാവേസിൻ്റെ ഭരണകാലത്തിന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന പ്രസിഡന്റിനാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. ആ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആ രാജ്യത്ത്, ഞങ്ങളുടെ രാജ്യത്തിലൊരു പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി, അതെന്തിനാ ചെയ്തതെന്ന് ചോദിക്കുകയെ, പ്രതിഷേധിക്കുകയെ, പ്രതികരിക്കുകയെ, ഏതെങ്കിലും ഒരു വിഷയം ആ മേഖല കേന്ദ്രീകരിച്ച് UN സഭയിൽ പോലും വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാര സംഭവം എന്നല്ല, വലിയ സംഭവമാണ്. അപ്പോൾ എന്ത് കടപ്പാടാണ് ആ രാജ്യത്തിന് ഇത്രയും കാലം നയിച്ച പ്രസിഡന്റിനോട് രാജ്യത്തിലെ ജനങ്ങൾക്കുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല.
ഇനി ഇറാഖ്, ലിബിയ, സിറിയ, സുഡാന് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം, സുഡാനല്ല, ഈജിപ്ത്, ഈ രാജ്യങ്ങളെല്ലാം ഭരണങ്ങൾ അട്ടിമറിക്കപ്പെട്ടതാണ്. പുതിയ ഭരണ സംവിധാനം വന്നതാണ്. എന്നാൽ അവിടെ ജനങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഒതുങ്ങിപ്പോയി. എന്നാൽ ഇറാനിൽ നേരെ തിരിച്ചാണ്. ഇറാനിൽ സംഭവം വന്നതോട് കൂടിയിട്ട് പിന്നീട് അട്ടിമറിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ച സംഭവങ്ങൾക്ക് നേർ വിപരീതമായ രീതിയിലുള്ള ഭയങ്കരമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു അമേരിക്കയും ഇസ്രായേലിനെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രാജ്യത്തിലുള്ള ഒരു മാനസികപരമായിരിക്കുന്ന ജീവിത രീതിക്കപ്പുറം, അതായത് സൈക്കോളജിക്കൽ പരമായിരിക്കുന്ന വലിയൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയോ യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. അറിഞ്ഞത് കുറച്ച് വൈകിപ്പോയി, കുറച്ചല്ല ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം. സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളും ആയുധപരമായിരിക്കുന്ന വിഷയങ്ങളും സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ സൈനികരുടെ കുടുംബങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: എന്തിനാണ് ബലി കൊടുക്കുന്നത്? അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തെ എന്തിന് അമേരിക്കയുടെ തലയിൽ കെട്ടിവെക്കുന്നു ട്രംപ് മാറണം എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: ഇറാനിലേക്ക് പണം ഒഴുകുന്നു, അതിൻ്റെ സ്രോതസ്സ് കണ്ടെത്താൻ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു. എവിടെയും എത്താത്ത രീതിയിൽ അതും പാതി വഴി നിർത്തിവെക്കേണ്ട ഒരു നാണം കെട്ട അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.